പിന്നെ പോർഷൻസ് എല്ലാം സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുകയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പലതവണ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു. സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒത്തിരി പഠിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കൂടുതലും അത് വരെയും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എക്സാമിന് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 10-20 ക്വസ്റ്റ്യൻ എങ്കിലും അങ്ങനത്തെ അറേഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഒക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. അതൊക്കെ പഠിച്ച് വെക്കാനായിട്ട് നമുക്ക് പറ്റാത്ത കാരണം തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട്. അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജൂണിൽ എക്സാം ക്യാൻസലായി കഴിഞ്ഞിട്ട് ക്യാൻസലായി എന്ന് അറിഞ്ഞ് നെക്സ്റ്റ് 2 ഡേയ്സിൽ തന്നെ ഞാൻ തിരിച്ച് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. അത്രയും കൂടെ ടൈം കിട്ടിയല്ലോ എന്നുള്ള ഒരു ഇതിൽ കുറച്ച് അഡീഷണൽ ടൈമല്ലേ കിട്ടി. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി പഠിക്കുന്നുണ്ടായിരുന്നു. അലൻ സാറിൻ്റെ ആണെങ്കിലും അതുപോലെ നമ്മുടെ കൊമേഴ്സിൻ്റെ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ഡെയിലി അറ്റൻഡ് ചെയ്യുമായിരുന്നു ക്ലാസ്സുകൾ.